നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മഹാന്മാരെ അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന മുർസലീങ്ങളെ അപകട സമയത്തിൽ വിളിച്ചതായ ഏതെങ്കിലും തെളിവുണ്ടോ? അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയുന്നത് പറഞ്ഞു തെളിവ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളെ വിളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മളെക്കാൾ വലിയ ആളുകളെ വിളിക്കലാണ് സഹായം തേടുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെക്കാൾ വലിയ ആളുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരാളില്ല, അത് അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്ത്? അന സയ്യിദു വൽദി ആദം സഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ ജനങ്ങളോടും പറഞ്ഞു, ആദമിന്റെ സന്തതികളായ മനുഷ്യർ എവിടെയുണ്ടോ അവരൊക്കെയും എവിടെയുണ്ടെങ്കിലും ആ സമൂഹത്തെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അവർക്കൊക്കെ ആപത്തിന്റെ സമയത്തും മുസീബത്തിന്റെ സമയത്തും സഹായിക്കാനുള്ള ആളാണ്. ആ ഹദീസിന്റെ അർത്ഥം ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിമിൽ അങ്ങനെ തന്നെ പറഞ്ഞു, ഐ ഹുവല്ലദീ യുഹ്ദൗ ഇലൈഹി ഫിന്നവാഇബി വസ്സദാഇബി ഫയഖൂമു ബിയംദിഹിം വയതഹമ്മലു അൻഹും മകാരിയഹും വയദ്ഫഉ അൻഹും. നബി തങ്ങൾ ഒരു നേതാവാണ്. എങ്ങനെയുള്ള നേതാവ്? യുഹ്ദൗ ഇലൈഹി, ആ നേതാവിലേക്ക് അഭയം തേടപ്പെടുന്നു. ഫിന്നവാഇബി, ബുദ്ധിമുട്ടുള്ള സമയത്ത്, വസ്സദാഇബി, അതേ ശക്തമായ എടങ്ങാറുകളും മുസീബത്തും വരുന്ന സമയത്ത് അഭയം തേടുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഹായം തേടിയാലോ ഫയഖൂമു ബിയംദിഹിം, അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു. വയതഹമ്മലു അൻഹും മകാരിയഹും, അവരെ ബുദ്ധിമുട്ടുകളെ നബി തങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരോടുമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവും എല്ലാവരും മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറയുന്നത്, നിങ്ങൾ ഏത് ആപത്തിൽപ്പെട്ടാലും, നിങ്ങൾ ഏത് മുസീബത്തിൽ അകപ്പെട്ടാലും പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് അഭയം തേടുന്ന നേതാവാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് നല്ലത് ആ വാക്ക് അംഗീകരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായമർത്ഥിക്കുകയും ചെയ്യലാണ് എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ള മറുപടി.